നീ പഴ, നിന്റെ മോൻ 6 മറ്റവൻ അതിന് പഴ. വേറൊന്ന് ഹാക്കി ട്രാൻസൻസോളെന്ന് കൈതോ പറയുന്നത് അത് എങ്ങനെയാണ് ഇവിടെ വെച്ച് മാറിയത് എന്നുള്ളതിൻ്റെ. കാരണം ഇതിന് മുമ്പ് വരെ ഗോഡ് വാലി എത്തുന്നത് വരെ കൈതോയുടെ വിചാരം ഡെവിൽ ഫ്രൂട്ട് കിട്ടിയാലേ കൊനിച്ചിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വേബ്സ്. അപ്പോൾ ഇന്ന് പലപ്പോഴും നിങ്ങൾ ചെയ്യാറുള്ള പോലെ വൺ പീസിൻ്റെ പുതിയ ചാപ്റ്ററിനെ കുറിച്ചാണ്, പുതിയതല്ല കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഞാൻ ഗൗരി ശങ്കർ, എൻ്റെ കൂടെ ഇന്ന് ജുബേർ ഖാൻ, കരുൺ. സോ ചാപ്റ്റർ 1163 1163 കുറിച്ചാണ് ഇന്ന് മെയിനായിട്ട് സംസാരിക്കുന്നത്. ഇറങ്ങി എല്ലാവർക്കും അറിയാവുന്ന പോലെ വൺ പീസ് വാസ് ഓൺ എ റൺ. സ്ലോ ഡൗണിങ് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഡോസൻസേക്കുള്ള വയ്യായികയൊക്കെ കാണുമ്പോൾ അടുത്ത ആഴ്ച ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്രേക്ക് കാണും. നിന്റെ അഭിപ്രായത്തിൽ ഒരു കഴിഞ്ഞൊരു 5 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് 8 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ദ ഹോൾ ഗോഡ് വാലി ഇൻസിഡന്റ് എങ്ങനെയാണ്? അല്ല, ഇതുവരെ ഉള്ളതിനകത്ത് ആർക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് ആർക്കെന്നുള്ള രീതിയിൽ മറൈൻ ഫോർഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലൊരു കൂട്ടത്തല്ലിപ്പഴ കൂട്ടത്തല്ല് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കൂട്ടത്തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കറക്റ്റ് ഇതിനകത്ത് ഗാർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർപ്പല്ല, ആരായിരിക്കും റോജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ണി കാണുന്ന എല്ലാവരും പോയി തല്ലാൻ പോവുക. ഗാർപ്പല്ലേ അങ്ങനെ പോകുന്ന? അല്ലല്ല, റോജർ പോകുന്നുണ്ട്. റോജർ റോക്സിന് അടി കൂടും, മറൈൻസിന് അടി കൂടും, ഇവരെ ആരെ ഗോഡ് നൈറ്റ്സിനെ അടി കൂടും, എന്നിട്ട് ഈ മൂവിനെ അടി കൂടും. അല്ല, ഗാർപ്പ് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാരും പോയി തല്ലുന്നുണ്ടല്ലോ. ഗാർപ്പ് ഗോഡ് നൈറ്റ്സിനെ അടിയുന്നില്ല, ഗോഡ് നൈറ്റ്സിന് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇനി കൊടുക്കും, ഇനിയിപ്പോൾ കൊടുക്കുന്നുണ്ട്. അല്ല, ബാക്കി എല്ലാവരും ഈ സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ 1 ഫൈറ്റ് അല്ല. ഗാർപ്പിന്റെ മറ്റേ വിറ്റ് സീറ്റില്ല, അപ്പുറത്ത് ആയുധം മറ്റേത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അണ്ണൻ മറ്റേ ഷർട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് വാടാ. ഇപ്പോഴത്തെ ഒരു മൊത്തത്തിൽ അല്ല, ഇപ്പൊ ഞാൻ ഇനി അഥവാ ഗാർപ്പ് ഇങ്ങനെ ഒരു പൈററ്റ് ആയിരുന്നെങ്കിലും ഇതിപ്പം മറ്റേ ഒരു ഡെക്സ്റ്ററിലെ ഒരുത്തൻ ഇങ്ങനെ നോക്കണ പോലെ ഗാർപ്പ് പൈററ്റ് ആയി ശരിയാവത്തില്ല. ഗാർപ്പ് മറൈൻ തന്നെ ആവണം, കാരണം ഒരു ഇൻസൈഡ് ആള് വേണം. അല്ല, ചാപ്റ്റർ മൊത്തത്തിൽ സ്പോയിലറാ. പിന്നെ അതിനെ കുറിച്ച് പറയേണ്ടത് ആവശ്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മറൈൻ അല്ല, ഒരു പൈററ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പവർ ബാലൻസ് ഇല്ല. ഇവരൊരു പവർ ബാലൻസിൽ 3 പേര് ഒരു ത്രയം വന്നേനെ. അതായത് വൈറ്റ് ബിയേർഡ്, റോജർ, ഗാർപ്പ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഫോം ആയേനെ. ഇവർ തമ്മിലടി, അതേ സമയത്തിന് റൈവൽസ്, ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിന്നേനെ. അതേസമയം ഇവരുടെ 3 പേരുടെയും കോമൺ എനിമി എന്നുള്ള രീതിയിൽ ഇയാളും വന്നേനെ. റോക്സ് വന്നേനെ. കോമൺ എനിമി എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സീനിയർ. ആ സ്ഥാനത്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് ശരി തെറ്റെന്ന് പറയുന്നതിനെ കുറിച്ച് വലിയ ഒരു കറക്റ്റ് ഒരു മാർജിൻ മറ്റേ വൺ പീസ് ആനിമേ അതിൽ എന്താ പറയുക, എല്ലാ ക്യാരക്ടേഴ്സും ഗ്രേ ആണെന്നുള്ളതാണ് പുതിയ ചാപ്റ്റേഴ്സോട് കൂടി എനിക്ക് മനസ്സിലായത്. മറ്റേ എന്താ പറയുക, പുറത്തുള്ള എല്ലാവരും നോട്ട് നെസസറിലി ഇമു ഒഴികെ ഗൊറോസെ അത് മാറ്റി നിർത്തി. അതേപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സിനെ മാറ്റി നിർത്തി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. എല്ലാവരും ഗ്രേ ഷെയ്ഡ് തന്നെ. ഗ്രേ ഷെയ്ഡ് ഇല്ല എന്ന് പറയാൻ മറ്റേ NPCs ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമേ കാണുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഗ്രേ ഷെയ്ഡ് എനിക്ക് തോന്നിയ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബർത്തലോമിയോ. കുമയല്ല, മറ്റേ ഇവന്റെ ഫാൻ. അവൻ പക്ക മറ്റേ വിഷയമാണ്, വില്ലനിസമാണ്. പക്ഷെ ഇവനെ ഇഷ്ടമാണ്. ഇവന് വേണ്ടി ഇപ്പം കുറെ എന്തൊക്കെയൊക്കെ അലമ്പുകൾ പലയിടത്തായിട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഷാങ്സിന്റെ അടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഷാങ്സിന്റെ അടിയും വാങ്ങിച്ച് നല്ല രീതിയിൽ കൊണ്ടായിരുന്നു ആ ഒരു സാധനം. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗോഡ് വാലി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഓരോ ക്യാരക്ടറിൽ വന്ന പെർസ്പെക്റ്റീവ് ചേഞ്ചുകൾ എന്തൊക്കെയായിരുന്നു? അല്ല, പൊതുവെ നമുക്ക് ആദ്യം പറയാനുള്ളത് ഗോഡ് വാലി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് ഓടെ നമുക്ക് സമർപ്പിച്ചത്. അത് ഓടെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ആണ്. അല്ല, നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു ഓടെ അതാണ് ഇതാണ് എന്തൊക്കെയോ ആയിരിക്കും. ഇതിപ്പോൾ വന്നപ്പോൾ വിചാരിച്ച പോലെയൊന്നുമല്ല, വളരെ മനോഹരമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അല്ല, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ നിന്റെ
ഒരു ഐഡിയയിൽ കുറെ പെർസ്പെക്റ്റീവ് നിനക്ക് ഓൾറെഡി കാണുമല്ലോ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച്. ഇപ്പോൾ ഗാർപ്പിനെ കുറിച്ച് നിനക്ക് ഒരു ഇത് കാണും, ഇങ്ങനെയാണ് ഗാർപ്പ് എന്നുള്ളത്. അതേപോലെ ചേഞ്ച് ആയില്ലേ. ഗോഡ് വാലി ഇൻഷുറൻസ് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു അവസ്ഥയിലാണ് ഗാർപ്പിനോടും റോജറിനോടും ഉള്ള പെർസെപ്ഷൻ മാറിക്കൊണ്ടിരിക്കും. അല്ല, റോജറിനോടുള്ള പെർസെപ്ഷൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ട് റോജർ ഇത്ര നാളൊരു ലെജൻഡ് എന്നുള്ള രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു സാധാരണക്കാരനായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണ ആ ഒരു ഇടിവ് പൈററ്റ് കിങ്ങിൽ ഒരു ഇടിവ് വന്നിട്ട് പിന്നെ മുകളിലോട്ട് കയറുമല്ലേ ലാസ്റ്റ് ചാപ്റ്റർ വന്നപ്പോഴത്തേക്കും. മേലോട്ട് കയറിയിട്ടില്ല, ഇതിലോട്ട് വരികയാണ്. ആ ഡിപ്പ് വന്നിട്ട് പിന്നെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. ചാപ്റ്ററിൽ കൂടും ഉറപ്പായിട്ടും എന്നാണ് എന്റെ വിശ്വാസം. അടുത്ത ചാപ്റ്ററിൽ മിക്കവാറും അത് അവസാനം പറയാം. അപ്പൊ നിന്റെ പെർസ്പെക്റ്റീവിന്റെ കാര്യം പറ ഓരോ ക്യാരക്ടേഴ്സിൽ. ഇപ്പൊ ഗാർപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, ഗവൺമെന്റ് ഡോഗ് കണക്കായിരുന്ന ആളാണ്. ഇപ്പം സത്യങ്ങൾ പലതും മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം മനസ്സിലാക്കിയതോടെ ഇയാൾ എതിര് നിൽക്കാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ട് ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നു? എന്തോ അതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ട്. പല ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്തർധാരയിൽ നിന്ന് വിഷം കൊടുത്ത് കൊന്നാലേ രാവുള്ളൂ എന്നുള്ളൊരു ചിന്ത പുള്ളിക്ക് കാണുമായിരിക്കും. പക്ഷേ അത് പലപ്പോഴും എന്താ പറയുക, നമ്മുടെ ഇതുവരെ നടന്ന പല ഇൻസിഡൻറ്റുകളിലും അത് ചോദ്യം ചെയ്യപ്പെടാവുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അല്ല, നമ്മൾ ഗോഡ് വാലി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഗാർപ്പിനോടൊരു ഹേറ്റ് ഉണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്നു. ഗാർപ്പ് കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സ് ആ ഹേറ്റ് മാറി. ലാസ്റ്റ് പൂർണ്ണമായിട്ടും ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ഗാർപ്പ് പിന്നെ ലൂഫിയുടെ കണക്കാ. കാരണം ഈ പറഞ്ഞ ബാക്ക് സ്റ്റോറികളും കാര്യങ്ങളും ആൾക്കാരെ കുറിച്ച് അറിയാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ. അവൻ ചെയ്താൽ മാത്രം നോക്കി പോകുന്ന ആളാണ്. അവൻ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുന്ന ഒരാളാണ്. അപ്പോഴത്തേക്കും അവൻ ഇത്രയും നാൾ അവൻ ഈ പറഞ്ഞ പുറകിൽ ഇവന്റെ പുറകിൽ എന്തൊക്കെയാണ് മറീൻസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ലാതിരുന്നൊരു തന്നെ മണ്ടൻ. ആ ഒരു പക്ഷേ അങ്ങനെ മണ്ടനായിരുന്നിട്ട് കൂടി ഈ പറഞ്ഞ ആ മണ്ടനായിരുന്നിട്ട് ഈ പറഞ്ഞ സ്വന്തം മോനെ ഡ്രാഗണിനെ പിടിച്ച് അതിനകത്തോട്ട് വലിച്ചിട്ട് മറീനാക്കി. പക്ഷെ അതിനുശേഷം 38 വർഷം മുമ്പ് ഗോഡ് വാലി വെച്ച് ഇവർ മനസ്സിലായി ഇവന്മാരെല്ലാം നറികളാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കൊച്ചുമോനെ അതിനകത്തോട്ട് വലിച്ചിടാൻ നോക്കി? കൊച്ചിനെ വലിച്ചിടാൻ സോഡിൽ കയറ്റാൻ നോക്കിയതോ? അല്ലെങ്കിൽ മറീനിലൊരു പാർട്ടല്ലേ ഈ സോഡെന്ന് പറഞ്ഞിട്ട് മറീൻസിലോട്ട് അങ്ങനെ വലിച്ചിടാൻ നോക്കി എന്നുള്ളതൊരു ചോദ്യം. ഈ കോബിക്കുള്ള അതേ റോള് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തത്. കോബി സോഡിലെ ആളാണ്. അതേപോലെ കയറ്റിയിട്ട് ഈ അകത്ത് നിന്ന് ഇവനെ കൊണ്ട് പറ്റുമെന്ന് ഗാർപ്പിനെ അറിയാം. ലൂഫിയെ കൊണ്ട് ഗവൺമെന്റിനെ നശിപ്പിക്കാൻ പറ്റിയ നമ്പിയിട്ടുള്ള 2 പേരേ ഉള്ളൂ. ആരൊക്കെ? ഒന്ന് ഷാങ്സും 2 റോജറും. ജോയ് ബോയ് എന്ന് പറഞ്ഞ ആള് അവൻ വന്നു കഴിയുമ്പോ ഇതെല്ലാം തിരുക്കൂന്ന് ആകെ അറിയാവുന്ന ഒരേ ഒരുത്തനെന്ന് പറഞ്ഞാൽ അത് റോജറായിരുന്നു. ഞാൻ ജനിച്ചത് ഇച്ചിരി നേരത്തെ ആയിപ്പോയെന്ന് പറഞ്ഞിട്ടാണ് അയാള് പോയി കീഴടങ്ങുന്നത് ഗവൺമെന്റ് അടുത്ത്. 21 വർഷങ്ങൾക്ക് ശേഷം ഒരുത്തൻ വരും എന്നുള്ളതാണ്. അവനും ഈ പറഞ്ഞ ഷാങ്സ് മാത്രമേ ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ ലൂഫിയെ നമ്പിയിട്ടുള്ളൂ. ഈ പറഞ്ഞ ആ 3 പേരെയും കറക്റ്റായിട്ട് നോക്കിയായിരുന്നു. പിന്നീടല്ലേ അല്ല, മരണസമയത്ത് പറയും ഇവനാണ് അത് ചെയ്യാൻ. ഇതേപോലെ ഒരുത്തൻ, അവൻ ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരുത്തൻ ഏത് മലയാള ചാനലാന്ന് എനിക്ക് ഓർമ്മയില്ല. മറ്റേ റോക്സിന്റെ സാധനമൊക്കെ പുറത്ത് വന്നിട്ട് ബ്ലാക്ക് ബീഡിന്റെ ഫോട്ടോ വെച്ചിട്ട് അഴുക്കച്ചിറക്ക് തന്തക്കാൻ പോച്ചെന്നൊക്കെ പറഞ്ഞ് കിടിലം മീമായിരുന്നത്. അത് ഇവനെ കുറിച്ചല്ലേ പറയണ? ബ്ലാക്ക് ബീഡിനെ കുറിച്ചാണ്. പിന്നെ സെബക്കിനെ മറ്റേ ഇപ്പം ഹീറോയ്ക്കായിട്ടല്ലേ പറയുന്നത്? രണ്ടുമുണ്ട്. മറ്റേ സെബക്കിന് ഇപ്പം മറ്റേ കട്ട ഹീറോയിസത്തിലല്ലേ തന്തയായിരുന്നു മോശം. അല്ല, അത് തന്തയായിരുന്നു. അത് സെങ്കോക്ക് പറയാനായിട്ടാണ് കാണിക്കുന്നത്. തന്ത പണ്ടേ മോശമായിരുന്നു. അത് അല്ല, ഈ നീ പഴ നിന്റെ മോൻ 6 പഴ മറ്റാണ് അതിന്. അത് ഗാർപ്പ് അല്ല, ഡ്രാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡ്രാഗൺ ആ സിറ്റുവേഷനിൽ പെട്ടുപോയത് സത്യം പറഞ്ഞാൽ. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ്. ഏതാ നമ്മുടെ ഈ പുതിയായിട്ടൊരു ക്യാരക്ടർ ഇപ്പം സ്ട്രോ ഹാറ്റിലോട്ട് വരുന്നൊരു സമയത്തൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ നടുക്കങ്ങ് പെട്ടു, എന്ത് ചെയ്യണോന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഇവൻ ഡ്രാഗണിൻ്റെ അവസ്ഥ. അവനെ ആകെ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് അവന് മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ രക്ഷിക്കണം, അവരെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സേഫ് ആക്കണം ഇവരെടുത്തുനിന്ന്. അവർ ഒറ്റ കാര്യം മാത്രമേ റിഗ്രറ്റ് ഉണ്ട് ഷാംറോക്കിനെ രക്ഷിക്കാൻ പറ്റാത്തതിൽ. നല്ല റിഗ്രറ്റ് ഉണ്ട് പുള്ളിക്ക്. ഒരു കണക്കിന് നന്നായില്ലേ?
അതെല്ലാം മറ്റേ വേൾഡിന്റെ ഒരു പവർ ബാലൻസ്. ഷാംറോക്കിനെ ഷാങ്സിനെ ഒന്നിച്ച് രക്ഷിച്ചായിരുന്നെങ്കിൽ ആ പവർ ബാലൻസ് വീണ്ടും അവിടെ മാറി. അതെ. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു പവർ ബാലൻസിന് ഡിഫറൻസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഗാർപ്പ് പോലും ഒരു പൈറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ബാലൻസ് ഡിഫറൻസ് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു. ഇത്രയും കൊണ്ടിട്ടും പെട്ടെന്ന് ഇമ്മുനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർക്കാണ് പവർ കൂടുതൽ. ആർക്കാ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയം ഉണ്ട്. പക്ഷെ ഇമ്മു അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വേ ചെയ്യുവാണ് ഈ പറഞ്ഞ മറീൻസ് എന്ന് പറയുന്ന പവർ. അല്ല, ഇമ്മുവിന്റെ എക്സിസ്റ്റൻസ് ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയത്തില്ലെന്നല്ലേ ഉള്ളൂ. അവിടെ ഉണ്ടല്ലോ. ഇവരുടെ ഈ 6 പേരും ഗൊറോസയുടെ ലെവലേ ആയിട്ടുള്ളൂ, ഇമുവിന്റെ ലെവലായിട്ടില്ലെന്നാണ്. ഇല്ലില്ല, ഇപ്പം ഫൈറ്റ് കിടക്കുമ്പോഴത്തേക്കും 1163 ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈഡോയും ബിഗ് ബമ്മും റോജറും ഗാർപ്പും സെബക്കും വൈറ്റ് ബിയർഡും കൂടി അവരുടെ സ്ട്രോങ്ങസ്റ്റ് നെയിംഡ് അറ്റാക്ക് ഒരുമിച്ച് ഇമ്മുനെതിരെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇമ്മുന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അറ്റാക്ക് കൊണ്ട ഉടനെ തന്നെ റീജനറേറ്റ് ആയി. ഇതാണ് അത്രയ്ക്ക് പവർഫുൾ ആണ് ഇമു എന്ന് പറയുന്നത്. അത് പറയുമ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം, ഇത്രയും പവർഫുൾ ആണ് ഇമു. ഇപ്പൊ ജോയ് ബോയ് എത്രത്തോളം പവർഫുൾ ആയിരുന്നാണ്. കാരണം മുട്ടുകുത്തണാണ്. ഇപ്പം അത് ട്രോമ അത് പവറിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഇവന് മൂസാനെ യൂറിച്ചിയും പോലെ അതൊരു ട്രോമയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ മറ്റേ സാധനം അടിച്ചപ്പം 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മ ഇങ്ങ് വന്നു. കലിപ്പ് വീണ്ടും വന്നാന്ന്. ഇവനെ ഒരു തവണ അടിച്ചിടാൻ വേണ്ടി ഞാൻ മറ്റേ ഇത്രയും കടന്ന് കഷ്ടപ്പെട്ടു. ഇനിയും ഒരു തവണയും കൂടി വന്നു. അതാണ് മറ്റേ നമ്മൾ സപ്ലൈ എഴുതാൻ പോകുന്നൊരവസ്ഥ. ഇനി ഒന്നും കൂടി ഞാൻ എഴുതണോ ഒന്ന് പുല്ല്. ആ ഒരു ട്രോമ ഉണ്ടല്ലോ, ആ ട്രോമയായിരുന്നു ആ അടിച്ചത്. എപ്പിസോഡിന് മുമ്പ് സ്പോയിലറിന്റെ കൊടുക്കണം, അല്ലെങ്കിൽ പിള്ളേരല്ല. സ്പോയിലർ വരുന്നു കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഇന്നലെ ആരാണ്ടൊക്കെ കമന്റ് ഇട്ടേക്കുന്നുണ്ട്, ബ്രോ നിങ്ങൾ മാങ്കക്കാര് മാത്രം ആലോചിക്കരുത്, ഞങ്ങൾ ആനിമേക്കാരും ഉണ്ട്, ആനിമയ്ക്കുള്ളതും ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വീഡിയോ കാണും. അത്ര കൂറ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് ഞങ്ങൾ എന്തോ ചെയ്യാനാ. ആർക്ക് എക്കടവന്മാര് നേരെ ചെയ്യുന്നു. അവന്മാര് മറ്റേ ഫുൾ ബയാസ്ഡ് ഒരു ക്യാരക്ടറിനെ മാത്രം അങ്ങ് മിൽക്ക് ചെയ്യുക ഇങ്ങനൊക്കെ കാണിച്ച് നമ്മൾ എങ്ങനെ കാണാനാ. മിൽക്കിംഗ് ഓവർ ആനിമേഷൻ അത് മറ്റേ അതല്ലേ സാഞ്ചിയുടെ സീൻ എടുത്ത് സോറോയ്ക്ക് കൊടുത്തു, സാഞ്ചിയുടെ അറ്റാക്ക് എടുത്ത് സോറോയ്ക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ. കാര്യം ഞാൻ സോറോ ഫാനൊക്കെ തന്നെയാണ്, പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, നമ്മള് ആനിമയാണ് ഇഷ്ടപ്പെടുന്നത്. എൻഡ് ഓഫ് ദ ഡേ നമ്മള് സോറോ ആണോ വൺ പീസ് ആണോ എന്ന് വെച്ചാൽ വൺ പീസാണ് ഇഷ്ടപ്പെടുന്നത്. അല്ല, സോറോ ആണ് ഇഷ്ടപ്പെടുന്നവന്മാരാണെങ്കിൽ മറ്റേ സോറോയ്ക്ക് മാത്രം കട്ട് ചെയ്ത് സോറോയുടെ മറ്റേ കുറച്ച് എന്താ സാധനങ്ങൾ വേണം അത് ഞാൻ വേണമെങ്കിൽ അയച്ചു കൊടുക്കും അവർക്ക്. അല്ലേ യൂട്യൂബിൽ കയറി അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അതും നീ ഹെൻഡായിന്നാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എന്റെ തലച്ചോറ് രജിസ്റ്റർ ചെയ്യാൻ 2 സെക്കൻഡ് എടുത്തു. അങ്ങനെ മറ്റേ അത് വിട്. അല്ല, എഗ്ഹെഡില് സാഞ്ചി ഫുൾ ഓൺ മിസ്റ്റർ പ്രിൻസ് വൈബായിരുന്നു. ഓടി നടന്ന് അടികൂടുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. അതും ഇല്ല. അത് കണക്ക് തന്നെ ഈ പറഞ്ഞ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മറ്റേ ബോണി ഇവനെ കാണുന്ന ലൂഫിയെ കാണുന്ന സീൻ, മറ്റേ ആകാശത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു, സൂര്യനെ ഇങ്ങനെ മറച്ചണക്ക് നിൽക്കുന്നു. അവന്റെ ആദ്യമായിട്ട് ഇവള് കാണത്തില്ലേ, ബോണി കാണത്തില്ലേ, അവന്റെ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ടും എല്ലാം കേട്ട് അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവ മറ്റേ സൂര്യനെ മറച്ചണക്ക് ഇങ്ങനെ നിൽക്കും. ആ സീനൊക്കെ ഇവന്മാർ എന്തോ കാണിച്ചു കൂട്ടിയേക്കുന്നത് ആനിമയ്ക്കകത്ത്. അതിലും നന്നായിട്ട് ഓപ്പണിംഗില് കാണിച്ചു. അതിന് നല്ല ആ ഓപ്പണിംഗ് വീഡിയോ എപ്പിസോഡ്സിന്റെ ഓപ്പണിംഗ് കാണിക്കുന്നുണ്ട്. അതിനേക്കാളും നല്ല ഓപ്പണിംഗ് സീക്വൻസ് ഉണ്ടല്ലോ, ഓപ്പണിംഗ് സോങ് അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അതുകൊണ്ട് അവന് അതിനെക്കുറിച്ച് വീഡിയോ താല്പര്യമില്ല, കാണാൻ പോലും താല്പര്യമില്ല. കാണുന്നത് ഭയങ്കര ആനിമേഷൻ സഹിക്കാൻ വലിയ പാടാ. കാര്യം ഞങ്ങൾ വൺ പീസ് ഫാൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ നല്ല ആനിമേഷൻ അല്ല എങ്കിൽ ആനിമേഷൻ ആയിരുന്നു. ആനിമേഷൻ കമ്പാരിറ്റീവ്ലി അതിൽ ഓവറാക്കി കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇമ്പാക്ട് ഫ്രെയിംസ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കാണാൻ. അതല്ല ഈ വാനോ തുടങ്ങിയ സമയത്ത് 1-2 സീൻസ് ഉണ്ട്. ഈ മറ്റേ ഇവൻ ജിംബയുടെ എൻട്രൻസ്, ലൂഫിയുടെ എൻട്രൻസ്, ഞാൻ പറഞ്ഞ വാനോയുടെ തുടക്കം ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഇവൻ വാനോയിലെത്തൂലേ, ലൂഫി വാനോയിലെത്തിയതിന് ശേഷം ഇവൻ അവിടുത്തെ ഡ്രാഗൻ കൈതോയുടെ കുറെ ലാക്കീസ് ഉണ്ടല്ലോ, ലാക്കീസിന്റെ അന്ന്
ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ 1-2 സെക്കൻഡത്തെ കേസാണ്, 1-2 പാനലേ ഉള്ളൂ. അത് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറാണെങ്കിൽ ആ സമയത്ത് മറ്റേ ഇവൻ സോറോ മറ്റേ വാള് വെച്ച് തട്ടി കളയുമ്പോഴത്തേക്ക് ഇവൻ മറ്റേ നിന്നിങ്ങനെ കൈ പോലും അത് തന്നെ നിന്ന് കറങ്ങുന്ന പോലെ. അതൊക്കെ അത്രയ്ക്ക് ആ ഫ്രെയിമിന്റെ ഫ്ലോ ഒക്കെ കാണണം, ഇങ്ങനെ കറങ്ങി വരും ക്യാമറ ആംഗിള്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ മൊത്തത്തിൽ അതായിരുന്നു. ആണൊക്കെ തന്നെ ഒനിഗാഷിമ എൻട്രി, റെഡ് ഹോക്ക് അടിച്ച് മറ്റേ ലവന്മാരെ നടുക്ക്, സ്ട്രോ ഹാറ്റ്സിനെ നടുക്ക്, ജിംബയുടെ എൻട്രൻസ്, സോറോ സാഞ്ചി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കേറി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒനിഗാഷിമ ടോപ്പില് ഏതാ അവിടെ വെച്ചാണ് സോറോ ബയസ് തുടങ്ങിയത്. അവിടെ വെച്ചാണ്. അതെ അതെ, സോറോ വേഴ്സസ് കിങ്ങിലാണ് എനിക്ക്. അതിന് മുമ്പ് ഒരു ഇതുണ്ടല്ലോ, മാർക്കോ പറയല്ല, ഇറ്റ്സ് ടൈം ഫോർ ദ സ്റ്റാർസ് ടു ടേക്ക് ദ സ്റ്റേജ്, അല്ല ഇറ്റ്സ് ടൈം ഫോർ ദ സ്റ്റാർ ടു. അവിടെ മുതലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഓരോ തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർ യോയി എന്ന് പറയുമ്പം 2 സൈഡിൽ നിന്ന് സോറോയും സാഞ്ചിയുമാണ് കയറി വരുന്നത്. പക്ഷേ സോറോയെ മാത്രമേ കാണിച്ചു, സോറോ മാത്രമാണ് അതിനകത്ത്. അങ്ങനെയൊക്കെയുള്ള അവിടെ മുതലാണ് ഈ പറഞ്ഞ പാർഷ്യാലിറ്റിയും. സോറോ ഫാൻസിന് ഇത്തിരി അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആനിമേ ഇഷ്ടപ്പെടാതെ ഒരു ക്യാരക്ടറിനെ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് ഈ പറയുന്നത് കടന്ന്. അല്ല പൊതുവെ പറയാമല്ലോ, സോറോയെക്കാളും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് സാഞ്ചി എന്നേ പറയാൻ പറ്റുള്ളൂ. മാങ്കയില് ആനിമയില് പല സോറോ കൂടുതൽ ഓൺ സ്ക്രീനാണ് പരിപാടി. അവൻ ഓൺ സ്ക്രീനാണ് പരിപാടി അവന്റെ. സോറോ എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ്മാനാണ്, പക്ഷെ സാഞ്ചി എന്ന് പറഞ്ഞ ഒരു കുക്കുമാണ്. അതേ കണക്ക് തന്നെ ഫൈറ്ററുമാണ്. അതേ കണക്ക് തന്നെ സ്ട്രോ ഹാറ്റ്സിന്റെ മോറലിലും അവനുണ്ട്. സ്ട്രോഹാൻ്റെ മോറൽ കീപ്പ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂഫിയും സാഞ്ചിയും നാമിയും. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഗ്രൂപ്പിന്റെ മോറൽ ഉണ്ടല്ലോ, ഒരു സ്ഥലത്തിനെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇന്നൊരാളിനെ ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു സാധനങ്ങൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന ആരായിരിക്കും? ഇവർ 3 പേരുമാണ്. ഈ പറഞ്ഞ സ്ട്രോ ഹാറ്റ്സിന്റെ അകത്തുള്ള മോറലിനെ കൂടുതൽ കീപ്പ് ചെയ്യുന്നത് നാമിയാണ്. ഈ പറഞ്ഞ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരത്തുള്ള സ്നേഹം, മറ്റേ ഏറ്റവും കൈൻഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രോ ഹാറ്റ് സാഞ്ചി. ആരെ എങ്ങനെ രക്ഷിക്കണം, എവിടെ വെച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്ന ലൂഫി. ആ സമയത്തല്ല ഇവന്റെ സോഡായിട്ട് നിൽക്കുന്നത്, ഇവന്റെ ശക്തിയായിട്ട് നിൽക്കുന്നത് സോറോ സാഞ്ചി. അവിടെ സാഞ്ചി ഇമ്പോർട്ടന്റ്. സാഞ്ചി കൂടുതൽ ഓഫ് സ്ക്രീൻ ആയിട്ടാണ് നിൽക്കുന്നത്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അലബാസ്ത കഴിഞ്ഞിട്ടുള്ള ലിറ്റിൽ ഗാർഡനകത്ത് ഇവൻ എൻ്റർ പോലും ചെയ്യത്തില്ല, ഫുൾ ഇവനാ പക്ഷെ കളിക്കുന്നത് ഫുള്ള് കിടന്ന്. ലിറ്റിൽ ഗാർഡൻ മിസ്റ്റർ പ്രിൻസ് അവിടെ വെച്ചാണ് മിസ്റ്റർ പ്രിൻസിന്റെ തുടക്കം. ഇവൻ സ്ക്രീൻ സ്പേസ് പോലും ഇല്ല ഇവന് ആ സമയത്ത്. ബാക്ക് കിടന്ന് ഫുള്ള് ഇവനാണ് കളിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ മറീൻസിന്റെ ഇവന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തത്. ഇവ എവിടെയും പുറത്ത് വരുന്നില്ല, ആൾക്കാരെ ഫ്രണ്ട് വരുന്നില്ല. അതുകൊണ്ടാണ് അത്ര മോശം. അതുകൊണ്ടാണ് വാണ്ടഡ് പോസ്റ്റർ, ഇവന്റെ വാണ്ടഡ് പോസ്റ്റർ ഇല്ലാഞ്ഞത്. മറ്റേ കിങ്ഡത്തിൽ സാഞ്ചി വിട്ടു പോകുമ്പോഴത്തേക്ക് ഇവനെന്ന് എനിക്കറിയാവും. എനിക്കറിയില്ല, സോറോന്റെ എനിക്ക് ഇവനറിയാം. ഇതേന്ന് അതിൻ്റെ പോലെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് നീയല്ലേ? അത് ഞാനല്ല. എങ്ങനെ അതേപോലെ ഇപ്പം പുതിയ ആർക്കിനകത്ത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ റോക്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെ ചേഞ്ച് ആയത്. റോക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ ഇത്ര നാൾ കേട്ടിട്ടുള്ള റോക്സിന്റെ ഇപ്പൊ കാണുന്ന റോക്സും അല്ല. റോക്സിന്റെ ഇല്ല ഒന്നുമില്ല, ഞാനും മൈൻഡ് സിങ്കായതാ. സിങ്കായിരുന്നു റോക്സിന്റെ മറ്റേ അത് നീ മറ്റേ ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് അതിവിടെ പറയണ്ട, ചിലപ്പോൾ നമുക്ക് ബാങ്ക് കിട്ടും. റോക്സിന്റെ ഓത ആദ്യം മുതൽ പറഞ്ഞ പോലെ ഗവൺമെന്റ് പേപ്പർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെ എല്ലാം ഒരു എഫക്റ്റ് പുള്ളി നമുക്ക് കാണിച്ചു തന്നു. നെറേറ്റീവ് എത്രത്തോളം ഒരു വ്യക്തിയെ മാറ്റി കാണിക്കുന്നുണ്ട്. ആ പാട്ട് മനസ്സിൽ വരുന്നില്ലേ? പാടരുത്, ഇല്ല പാടിക്കഴിഞ്ഞ എല്ലാം പോവും. പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയാ കട്ട വില്ലനിൽ നിന്ന് ലോകം കീഴടക്കണം എന്ന വില്ലനിൽ നിന്ന് ലോകത്തിനെ നശിപ്പിക്കാൻ നോക്കുന്ന നായകൻ എന്നുള്ള രീതിയിലേക്ക്, നശിപ്പിക്കാൻ നോക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്ന നായകൻ. പക്ഷെ ഇതൊന്നും അതല്ല, അത് മറ്റേ ഡയലോഗിനെ ബേസ് എന്ന് പറയുമല്ലോ. അവന്റെ കൊച്ചിനെയും അവന്റെ നാടും
ചില ആൾക്കാരിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന ആ ഒരൊറ്റ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറി ആൾക്കാരെ കൊല്ലുകയും സ്ഥലങ്ങൾ പിടിച്ചടക്കുകയും, റെന്റിന് കൊടുക്കുന്നില്ല പക്ഷേ ആൾക്കാരെ പിടിച്ചടക്കുകയും പലിശയ്ക്കും പൈസ കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നിന്നും നാടിന് രക്ഷിക്കുന്ന ഒരു നാടിനെ. നീ ചാപ്റ്റർ 1163 തെന്നി മാറരുത്. അവിടെ തന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഭാര്യയും കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നായകൻ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഈ പറഞ്ഞ റോക്സ് മാറി. പിന്നെ ഇപ്പം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമി റിവേഴ്സ്, അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഡോമി റിവേഴ്സ് ഇപ്പം നമ്മൾ കണ്ടതെന്ന് മനസ്സിലായത് അതാത് ആൾക്കാരുടെ ഹോം ടൗണിൽ വെച്ച് ഡോമി റിവേഴ്സ് ഐ റിട്ടേൺ ടു ഹോം, അതാണ് അതിന്റെ ലാറ്റിൻ മീനിങ്. ഐ റിട്ടേൺ ടു ഹോം, ഐ ഹാവ് റിട്ടേൺ ടു ഹോം. അപ്പോൾ അതുകൊണ്ടാവാം റോജർ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങ് എന്ന് പറഞ്ഞത് അന്ന് എക്സിക്യൂഷൻ സമയത്ത്. അതുമായിട്ട് പലരും കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയൊക്കെ ഒരു ഡൗട്ട്, റോജറിന്റെ ഹോം ടൗൺ ഏതാ? ലോക്ക്ഡൌൺ തന്നെ കൊണ്ടുവന്ന് റോജറിനെ കൊന്നെന്തിനാ? ഡോമി റിവേഴ്സ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അവിടെ ആരും ഇല്ലായിരുന്നു, ഗൊറോസ ആരും ഇല്ലായിരുന്നല്ലോ. ഗൊറോസയോ ഗോഡ് നൈറ്റോ നിർബന്ധം ഉണ്ടാവണം. കാരണം ഇതുവരെ ഇമു പൊസസ് ചെയ്തിട്ടുള്ള ഗൊറോസേനെയും ഗോഡ് നൈറ്റ്സിനെയും മാത്രമാണ്. ഇവരെ ജയൻസിനെ അങ്ങനെയല്ലടാ, ഇമു പൊസസ് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. പൊസസ് ചെയ്യൂലേ, ബോഡി പൊസസ് ചെയ്യുന്നത്. ഇതിൽ സാറ്റേണിനെ പൊസസ് ചെയ്തു, എൽബാഫിൽ വെച്ച് ഗംഗോയെ പൊസസ് ചെയ്തു. ഇനി ഷാങ്സിനെ അങ്ങനെ പൊസസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അവൻ കൈ മുറിച്ച് കളഞ്ഞത്. വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ വരുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം. അതേപോലെ തന്നെ മറ്റേ ഗൂഗിള് 2-3 തിയറി പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഷൗട്ട് ടു ഗോകുൽ. തിയറി ഓർമ്മയുണ്ടായിരുന്നു? 1-2 ഓർമ്മയുണ്ട്. ഡോമി റിവേഴ്സി ഒന്ന് ഇതാണ്. പിന്നെ വേറൊന്ന് ഹാക്കി ട്രാൻസൻസോളെന്ന് കൈതോ പറയുന്നത്, അത് എങ്ങനെയാണ് ഇവിടെ വെച്ച് മാറിയത് എന്നുള്ളതിൻ്റെ. കാരണം ഇതിന് മുമ്പ് വരെ ഗോഡ് വാലി എത്തുന്നത് വരെ കൈതോയുടെ വിചാരം ഡെവിൽ ഫ്രൂട്ട് കിട്ടിയാലേ വലുതാവുള്ളൂ, എന്നാലേ പവർഫുൾ ആവൂ എന്ന് കാണിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫൈറ്റിന് ശേഷം, ഈ സബക്കുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം മനസ്സിലാക്കുമായിരിക്കും. ഫൈറ്റിനല്ല ഇപ്പൊ അത് ഒരു കണക്കിന് ഇവിടെ ഇപ്പം കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ടായല്ല ബിഗ് മമ്മും കൈഡോ ആയിട്ടുള്ള. ഈ പറഞ്ഞ ഇത് പോയപ്പം തന്നെ ഏതാ ഡബിൾ ഫ്രൂട്ട് പോയപ്പം തന്നെ അതൊന്ന് രണ്ടെന്ന് പറയാൻ മറ്റേ ഇപ്പം അല്ലാതെ ഒന്നുകൂടി പറഞ്ഞായിരുന്നു ഗൂഗിള് നല്ലൊരു അതവൻ പറട്ടെ, അവനെ വെച്ചിട്ട് ഗൂഗിൾസ് തിയറീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു എപ്പിസോഡ് വല്ല മനോഹരമായ കുറേ തിയറീസ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു മുതലിനെയും കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫോറം അങ്ങനത്തെ വെക്കാം. കോഴിക്കോട് നിന്നും വരുത്തണമെന്നുണ്ട്. കോഴിക്കോട് നിന്ന് മാറിയാ മലപ്പുറത്തായിരുന്നു. പക്ഷെ അല്ലല്ല, അവൻ രാജിവെച്ചു. ഓക്കെ, അത് മറന്നുപോയി. വേറെ എന്തൊക്കെ എന്തായാലും 1163 കുറിച്ചും കഴിഞ്ഞ 8 ചാപ്റ്ററുകളെ കുറിച്ചുള്ള ഞങ്ങളുടെ കുറച്ച് വ്യൂസ് ആൻഡ് പോയിന്റ്സ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അതിൽ ചില ഹിഡൻ മീനിങ്സ് ഉണ്ടായിരുന്നു. ആ കഥാപാത്രത്തെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട, പേഴ്സണലായിട്ട് ഇവന്മാർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ മാറ്റി അവിടെ ഒരു സ്റ്റാർ ഇടുക, അത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. ഇമോജിയും പറ്റും കേട്ടോ. ഇമോജിയും കുഴപ്പമില്ല. അപ്പോൾ ഇതുവരെ കണ്ടവർ 1163 എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.